കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് ഹല്ലേലൂയ, റോമാലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ഉപദേശം. ആയിരക്കണക്കിന് ക്രിസ്തീയ സമൂഹങ്ങളാണ് ക്രിസ്ത്യൻഡത്തിൽ ഉള്ളത്, ആയിരക്കണക്കിന്. പക്ഷേ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കരുതെന്ന് അരുളിയ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് ഒന്നേയുള്ളൂ. മനുഷ്യനിർമ്മിതമായ ആയിരക്കണക്കിന് ക്രിസ്തീയ സമൂഹങ്ങൾ, വിഭാഗങ്ങൾ, ഡിനോമിനേഷൻസ് ഉണ്ടെങ്കിലും കർത്താവിൻ്റെ പദ്ധതിയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പദ്ധതി എന്താണെന്ന് വിവരിക്കുന്നതാണ് ഈ റോമാലേഖനം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളൊക്കെ ഒരുവിധം നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇതിൽ നമുക്ക് ക്രീമായിട്ട് പറയാൻ പറ്റുന്നത്, ക്രിസ്തു നമ്മളിൽ വസിച്ച് നമ്മളിൽ കൂടെ പ്രവർത്തിച്ചല്ലാതെ നമുക്ക് രക്ഷ പൂർത്തീകരിക്കാൻ സാധ്യമല്ല. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവയെ പുറകോട്ടുള്ള ക്ലാസ്സുകളൊക്കെയും ചിന്തിച്ചാൽ മാത്രമേ അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇത് 26th ഡേ ആണ്. സ്തോത്രം. 26th ഡേ ആകുമ്പോൾ പുറകിലുള്ള ചില ക്ലാസ്സുകളും കൂടെ ചിന്തിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവവേദ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പുറകെയുള്ള ക്ലാസ്സുകളൊക്കെയും ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇന്ന് എടുക്കുന്ന ക്ലാസ്സിനെ കുറിച്ച് മനസ്സിലാകും. പ്രത്യേകിച്ചും വിവിധ ബന്ധങ്ങളിലെ നീതിനിഷ്ഠമായ ജീവിത രീതി, അല്ലെങ്കിൽ ദ വേ ഓഫ് റൈഷ്യസ് ലിവിങ് ഇൻ വേരിയസ് റിലേഷൻസ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 1 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 25 ക്ലാസ്സുകൾ കേൾക്കാത്തവർക്ക് ഈ ക്ലാസ് പുതിയതായിട്ട് കേൾക്കുമ്പോൾ ഇത് മൊറാലിറ്റി പഠിപ്പിക്കുകയാണെന്ന് തോന്നും. അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇത് പെന്തക്കോസ്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ആഭരണം ധരിക്കരുത്, മീശ വയ്ക്കരുത്, താടി വടിക്കണം, അത് ചെയ്യണം, വെള്ളമെടുപ്പണം. ഇതെല്ലാം പുറമേയുള്ള കപടഭക്തികളാണ്, വെള്ളത്തേറ്റ ചവക്കല്ലകളാണ്. അകത്ത് രൂപാന്തരം നടക്കാതെ പുറമെ എന്തെല്ലാം ചെയ്താലും, നമുക്കറിയാമല്ലോ ഈ മരങ്ങളുടെയൊക്കെയും കൊമ്പുകൾ, സ്തോത്രം, സ്തോത്രം, മരങ്ങളുടെ എല്ലാം കൊമ്പുകൾ വെട്ടിക്കഴിഞ്ഞാൽ, ഒരു കൊമ്പ് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം ചിലപ്പോൾ 4-5 ആയിരിക്കും കിളിർത്ത് വരാം. അതുകൊണ്ട് പുറമേ എത്ര പ്യൂരിഫൈ ചെയ്യാൻ നോക്കിയാലും ഒരു കാര്യവുമില്ല. അകമേ നടക്കേണ്ട പ്രവൃത്തി നടക്കണം. അതാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം നടക്കണമെങ്കിൽ നമ്മുടെ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ സെൽഫിന്, അല്ലെങ്കിൽ പാപം എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പാപം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയല്ല, ഒരവസ്ഥയാണ്. ഏതും തോട്ടം തുടങ്ങി നമ്മുടെ എല്ലാവരിലും വസിക്കുന്ന ഒരു അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പേഴ്സൺ. നമ്മെ അടിമപ്പെടുത്തി ഭരിക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയാണ്. ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കുന്നവരെയും നമ്മെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെയും ക്രിസ്തുവിൽ ആയതിനു ശേഷവും, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നതിന് ശേഷവും അതിൻ്റെ പ്രതാപമുണ്ട്. അതുവരെയും ചെയ്ത പാപത്തിൻ്റെ ശിക്ഷകളെ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, അതായത് ക്രിസ്തു എനിക്ക് പകരമായിട്ട് പാപപരിഹാരമായി ഞാൻ അവരോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നാം വിശ്വാസം ചെയ്യും, അത് വെള്ളത്തിൽ സാക്ഷീകരിക്കുകയും ചെയ്യുന്ന മുഖാന്തരം നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ പാപങ്ങളുടെ ശിക്ഷകൾ മാത്രമേ നമുക്ക് മാഞ്ഞു കിട്ടുന്നുള്ളൂ. എന്നാൽ ആ പാപ സ്വഭാവം, ആ അവസ്ഥ നമ്മളിലുണ്ട്. ഇന്ന് മിക്കവാറും തിയോളജിയൻസ് ഇതിന് എളുപ്പമാർഗത്തിന് വേണ്ടി അങ്ങനെ ഒരു പരിപാടി ഇല്ല. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പോൾ പറയുന്നത് വിശ്വാസി സംബന്ധിച്ചാണ്. അവർ പറയുന്നത് പോളിന്റെ പൂർവ്വ അവസ്ഥയെ കുറിച്ചാണെന്നാണ്. ഇത് അനുഭവിക്കാത്തോടത്തോളം അവർക്കത് ന്യായീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ ക്രിസ്തുവിൽ വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാൻ സാധിക്കുന്ന മൂവ്മെന്റ്, ക്രിസ്തുവിൽ വിശ്വസിക്കുക, വീണ്ടും ജനം പ്രാപിച്ച 3 ശത്രുക്കളാണുള്ളത്. ഒന്ന് നമ്മിൽ വസിക്കുന്നതും ദൈവത്തിന് കീഴ്പ്പെടാത്തതും ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാത്തതുമായ ഫ്ലഷ്, അല്ലെങ്കിൽ ജഡം എന്ന ശക്തി. ഇപ്പൊ ഇതിന് വലിയ ഉയർത്തേണ്ട കാര്യം അതിനേക്കാളൊക്കെയും കോടി ആയിരക്കണക്കിന് ശക്തിയുള്ളതാണ് നമ്മൾ വസിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ പുതുമനുഷ്യൻ. സ്തോത്രം. നാം ആരെ കർത്താവായി സ്വീകരിച്ചിരിക്കുന്നുവോ? ക്രിസ്തു തന്നെ. മറ്റൊന്നാണ് ലോകം.
നമ്മുടെ ചുറ്റുപാടും, നാം ആയിരിക്കുന്ന സമൂഹം, നാം കടന്നു പോകുന്ന കോളേജ്, പഠനങ്ങൾ, നമ്മുടെ പൊതുസ്ഥലങ്ങള്, എവിടെ ഇവൻ പെന്തിക്കോസ്ത് ചർച്ചിനകത്ത് പോലും ഇത് വളരെ ശക്തമായിട്ട് വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് സമകാലികളിലെ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ അവരൊന്നും വിശ്വാസികളല്ല. പക്ഷെ പേരെന്താ? പെന്തിക്കോസ്തുകാരനാ. പേര് സമ്പാദിച്ച പെന്തിക്കോസ്തുകാരൻ. അകത്ത് നടക്കേണ്ട പ്രവൃത്തി നടന്നിട്ടില്ല. അതെല്ലാം നടന്നുവെങ്കിൽ തന്നെയും ആ പാപ സ്വഭാവത്തെ ദിനം പ്രതി ക്രൂസിഫൈ ചെയ്യാതെ, കീഴ്പ്പെടുത്താതെ ഇരിക്കുന്നതുകൊണ്ടാണ് മകൻ അപ്പന്റെ തലയർത്തു മാറ്റുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആറ്റിങ്ങൽ ഒരു ചർച്ചിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിതാവ് 2 ആൺമക്കളെ ആരാധന ഹാളിന്റെ ടെറസിൽ കൊണ്ടുപോയിട്ട് കഴുത്തെടുത്ത് കൊന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവൻ വീണ്ടും ജന്മം പ്രാപിച്ചാലും ഉപദേശം വളരെ ഷാർപ്പാണ്. ഇതിന്ന് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ദൈവത്തിന് കരുണ കൊണ്ട് നമ്മെ രക്ഷിപ്പാൻ സാധ്യമല്ല. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള അടയാളങ്ങളും പ്രതീകങ്ങളൊക്കെയാണ് ഇസ്രായേലിനെ വീണ്ടെടുത്തത്. ഇസ്രായേൽ ദേശത്ത് പുറപ്പെടുവിച്ചതുവരേക്ക് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാൻ പോകുന്നതും. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അടയാളങ്ങളായിട്ട്, സാദൃശ്യങ്ങളായിട്ട് ചെയ്തു തന്നിട്ടും ഇന്നും ഈ പഴയ പന്നിയെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നെഹമ്യാവിന്റെ മതിൽപ്പണിയെ നോക്കുമ്പോൾ സ്തോത്രം, ആദ്യത്തെ ഒരു വാതില്, ആട്ടുവാതില്, അത് മഹാപുരോഹിതൻ എലീശാമായിരുന്നു പണിതത്. അതിന് മാത്രമേ ഓടാമ്പില് ബോൾട്ട് വെക്കാതിരുന്നുള്ളൂ. മറ്റെല്ലാ വാതിലുകളും, പഴയ വാതില് അങ്ങനെ തുടങ്ങിയ എല്ലാ വാതിലുകൾക്കും ഓടാമ്പിലിട്ട് ബോൾട്ടിട്ട് അടച്ചു പൂട്ടി. ഈ പഴയ മനുഷ്യൻ അകത്തോട്ട് കരുത്. കുപ്പവാതിൽ എന്ന് പറഞ്ഞൊരു വാതിലുണ്ട്. സ്തോത്രം. ഈ പഴയ സ്വഭാവങ്ങൾ അല്ല പുറത്ത് കളഞ്ഞിട്ട് അതിനെ അടച്ചു പൂട്ടി ബോൾട്ടിട്ട് ഓടാമ്പിലിട്ട് അടച്ചില്ലെങ്കിൽ പലതും പ്രവേശിക്കും. ഇതിനൊക്കെ ഓവർകം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഈ റോമാലേഖനം 12-ാം അധ്യായത്തിന് 1 തുടങ്ങി പഠിക്കാൻ പോകുന്നത്. സ്തോത്രം. അപ്പൊ അതിനെ ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ. അപ്പൊ ആദ്യമായിട്ട് ഈ ശരീരം എന്തുകൊണ്ടാണ് യാഗമായിട്ട് സമർപ്പിക്കേണ്ടെന്ന കാര്യം, നിങ്ങൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം. പഴയ നിയമകാലത്ത് മോശയ്ക്ക് സമാഗമന കൂടാരം കൊടുത്തിരുന്നു, സ്വർഗത്തിലെ ആലയത്തിന്റെ പ്രതീകമായിക്കൊണ്ട്. ഞാൻ കാണിച്ച മാതൃക പ്രകാരം അതിന് പണിയാൻ നോക്കുമെന്ന് ദൈവം താക്കീത് കൊടുത്തു മോശയ്ക്ക്. അതുപോലെ പണിതപ്പോൾ, കൃത്യമായിട്ട് അതുപോലെ തന്നെ പണിതപ്പോഴാണ് ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വന്നത്. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ പിന്നെ അവിടെ മോശയ്ക്ക് സ്ഥാനമില്ല, മോശയ്ക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ശലോമോന്റെ ആലയത്തിനകത്തും, സ്തോത്രം, ശലോമോന്റെ ആലയത്തിനകത്തും ആലയത്തിന്റെ പടിയെല്ലാം കഴിഞ്ഞ് ഡെഡിക്കേഷൻ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ പുരോഹിതന്മാർക്ക് ആർക്കാരും നിൽക്കാൻ സാധിച്ചില്ല. അപ്പൊ നാം തന്നെ നമ്മുടെ ആലയം പണിയുന്നത്, അതിന് സഹായിക്കുന്ന വിശുദ്ധന്മാരും അഭിഷക്തരെ കൊണ്ട് നാം ഓരോരുത്തരുമാണ് പണിയുന്നത്. മണവാട്ടി തന്നെത്താനെയാണ് ഒരുക്കുന്നത്. പിന്നെ ഒരുക്കി ദൈവത്തിന്റെ തേജസ്സിൽ നാം വിളിച്ചു വരുത്തി, ക്രിസ്തുവിനെ നാം വിളിച്ചു വരുത്തിയ പിന്നെ നമുക്ക് അവിടെ സ്ഥാനമില്ല. ഇത് ശരിക്കും മനസ്സിലാക്കണം. എൻ്റെ പേഴ്സണാലിറ്റിക്ക് അവിടെ സ്ഥാനമില്ല, ഞാൻ എൻ്റെ വ്യക്തിത്വത്തിന് സ്ഥാനമില്ല. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിക്കരുത്. നമ്മുടെ ആശാര്യ ഉപദേശം പറയായിരുന്നു, നീ പൈസ കൊടുത്ത് 2 കുപ്പി മേടിച്ച് അടിച്ച് പൂസായിട്ട് നടക്ക്, എന്തായാലും നീ അങ്ങോട്ട് പോകാൻ പോകുന്നില്ല. പിന്നെ ഈ ലോകത്തിൽ നീ ഞെരുങ്ങി ജീവിക്കുക. അവിടെ പോയി അഗ്നി കൊണ്ടത്ത് വീഴുന്നതിന് കലുതി ഇവിടെ അടിച്ചങ്ങ് വിലസ്. പച്ചയായിട്ട് വിളിച്ചു പറയാം. പെന്തിക്കോസ്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ കയറി വന്നത് കൊണ്ട് ഇതിനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത്, അതാണ് പറഞ്ഞത് സാമാന്യമായതും വിശുദ്ധമായതും. വിശുദ്ധമായതിന് എന്താണ്? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത്, ഒരു എക്സ്ക്ലൂസീവ് പർപ്പസിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതിനെയാണ് വിശുദ്ധർ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ മോറൽ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. നമ്മുടെ സംസാര ഭാഷയിൽ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊറാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധിയെ ബേസ്, നമ്മുടെ സാൻമാർഗിക ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിപ്പോകും. ബൈബിൾ ലാംഗ്വേജില് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് പർപ്പസിന് വേണ്ടി വേർതിരിക്കുക. എന്തിൽ നിന്ന? സാമാന്യമായതിൽ നിന്നും, സാമാന്യമായ മനുഷ്യരിൽ നിന്നും,
സാമാന്യമായ വസ്തുവകകളിൽ നിന്നും, സാമാന്യമായ ചിന്തകളിൽ നിന്നും, സാമാന്യമായ പ്രവൃത്തികളിൽ നിന്നും വേർതിരിക്കുക. ഇതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ ആരംഭം തുടങ്ങി പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് പഠിപ്പിക്കുമ്പൊക്കെ നിങ്ങൾക്ക് ഹൃദയത്തിൽ കുത്തുകൊള്ളില്ല. ത്രൂ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കട്ട് ത്രൂ എന്ന് എഴുതിയിരിക്കുന്നത്. ഹൃദയത്തിന്റെ ചങ്കിൽ കൂടെ കടന്നുപോയി ഭേദിക്കും. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും സെപ്പറേറ്റ് ചെയ്യും. ഇത് വളരെ ഇന്റർ കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ നമ്മുടെ പ്രാണന്റെ മോഹത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിച്ച് ദൈവത്തിന് പ്രതികൂലമാക്കി നിൽക്കുന്ന ഒരു ശക്തിയാണ് ജഡം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തത്, ശത്രുത്വമുള്ളത്, അതിന്റെ മോഹങ്ങൾ ശരീരം കൊണ്ട് നിവർത്തിക്കുമ്പോഴാണ് പറയുന്നത്, നീ എന്നേക്കുമായിട്ട് നശിച്ചു പോകാതിരിപ്പാൻ നിന്നെ സ്നേഹിക്കുന്നവനായ ദൈവം പറയാണ്, നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധി എന്ന് പറഞ്ഞ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടത്, കോമൺ തിങ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് നീ യാഗപീഠത്തിൽ വെക്കേ. ഞങ്ങൾക്ക് ആരോട് പകയുണ്ടായിട്ടല്ല. ഇത് ഈ റോമാലേഖനം 12-ാം അധ്യായം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ശത്രുത്വമേ കിട്ടുകയുള്ളൂ. എല്ലാവരുടെ ഹൃദയം ഇങ്ങനെ തീയമ്പ് എറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ഞങ്ങളുടെ സോളിൽ വന്നിട്ട് ഇതിനോട് ദൈവമേ കൃപതായോ കൃപതായോ ഈ തീയമ്പകൾ വരുന്നത് ഞങ്ങളുടെ സോളിൽ അറിയാം. നിങ്ങളുടെ ചിന്തകള്, നിങ്ങളുടെ ദേഷ്യങ്ങള്, നിങ്ങളുടെ കോപങ്ങള്, നിങ്ങളുടെ പൊരുതുള്ള ക്രോധം, ഇതൊക്കെ സോളിൽ അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ് വല്ലവിധേയനെ കർത്താവ് ഒരുവനെങ്കിലും രക്ഷിച്ചു നേരെ നിർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന വെന്തെരിഞ്ഞവനായ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങൾ മുമ്പ് അറിയിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇത് ശരിക്കൊന്നും മനസ്സിലാക്കണം. മോശ സമാഗമന കൂടാരം പണിതു. പറഞ്ഞിരുന്നത് എന്താണ്? ആ പുറപ്പാട് പുസ്തകം ആദ്യം നല്ല കാര്യം ആദ്യം ഒന്നുകൂടെ വായിക്കാൻ. പല പ്രാവശ്യം ആ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിപ്പിച്ച സമയത്ത് വളരെ വിശദമായി പഠിപ്പിച്ചതായിരുന്നു. പുസ്തകം എടുക്കണേ എല്ലാവരും. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി ഒന്ന് എടുക്കുക. പുറപ്പാട് പുസ്തകം 25-ന്റെ 1. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോട് നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. മോശയുടെ സമാഗമന കൂടാരം പണിവാൻ തക്കവേണം ജനത്തിൽ നിന്ന് തന്നെ പണിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ പറയുമ്പോൾ ദൈവം പറയാണ്, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയാം നല്ല മനസ്സോടെ. ദൈവത്തിന്റെ ആലയമായിട്ട് നിന്റെ ശരീരം പണിയപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല മനസ്സോടെ വില്ലിങ്ങില് നിന്റെ ഫ്രീ വില്ല് നിനക്ക് തന്നിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ട് യെസ് ലോർഡ്, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, യെസ് ഇത്രേ പരിശുദ്ധനായ ദൈവം എനിക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത പാതാളത്തിൽ പോയി വെന്തെരിഞ്ഞവൻ, ഞാൻ അർഹിക്കുന്നത് മഹാക്രോധമായ ശിക്ഷയായിരുന്നിരിക്കെ എനിക്ക് പകരമായി തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി എനിക്ക് വേണ്ടി എൻ്റെ മേലുള്ള ശിക്ഷ വഹിച്ച ആ സ്നേഹത്തിൽ മാത്രം ഞാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ പ്രാണനെ, ആത്മാവിനെ പൂർണ്ണമായിട്ടും നല്ല മനസ്സോടെ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. എന്തിനാ? അവരെ തിരുനിവാസമായിട്ട് പണിയപ്പെടുവാൻ. സ്തോത്രം. അപ്പൊ ആലയം പണിയപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട്. നമ്മള് സമാഗമന കൂടാരത്തെ കുറിച്ച് വളരെ ഷോർട്ട് സ്റ്റഡി ഒരിക്കൽ നടത്തിയിരുന്നു. ഇത് കേൾക്കാത്തവരുണ്ടെങ്കിൽ തന്നെ സ്തോത്രം, നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ സ്തോത്രം ഏകദേശം 24 എപ്പിസോഡുകളുണ്ട്. വളരെ ഷോർട്ടായിട്ട് ഇതിന്റെ ക്ലാസ്സുകളാണ്. ദ ടാബർനാക്കിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ട് അതിന്റെ കാര്യം മനസ്സിലാക്കും. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, കോലാട്ട് രോമം. ഞാൻ ഇത്രയും പോണെങ്കിൽ വേറെ അധികം ഉണ്ട്. അപ്പോൾ പൊന്ന് എന്ന് പറഞ്ഞാല് വിലയേറിയ വിശ്വാസം. നീ ദൈവത്തിന്റെ ആലയമായിട്ട് പണിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ വിലയേറിയ വിശ്വാസം ഇല്ലെങ്കിൽ പണിയാൻ സാധ്യമല്ല. അത് തീയിൽ ഊതിക്കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണ് പുതിയ നിയമ വിശ്വാസിയുടെ വിശ്വാസം. ക്രിസ്തുവിൽ ഉള്ള ആശ്രയം, ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസമല്ല. നിന്റെ ഏതൊരവസ്ഥയിലും നിനക്ക് പകരക്കാരനായി നിന്റെ മേലുള്ള ശാപത്തെ ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് പകരമായിട്ട് ശരീരം കൂശിൽ കിടക്കുമ്പോൾ തന്റെ പ്രാണനും ആത്മാ പാതാളത്തിൽ പോയി നീ പോയി യുഗായുഗങ്ങൾ വെന്തെരിയേണ്ട സ്ഥാനത്ത് നിനക്ക് പകരമായിട്ട് വെന്തെരിഞ്ഞവനായ അതിനുശേഷം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനുമായിട്ട് ഒന്നായി ചേർന്ന്
അവന്റെ പേഴ്സണാലിറ്റിയില്, അവന്റെ ഗുഡ്നെസ്സില്, അവന്റെ ജ്ഞാനത്തിലെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ വാസം നീ മുന്നേറാൻ താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് പറയാം, എൻ്റെ കയ്യിൽ പൊന്നുണ്ട്. എന്നാലേ നിന്നെ ആലയപ്പണിക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം നമുക്ക് അവിടെ വിശദീകരിച്ച് അതിനെ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് സമർപ്പിക്കാൻ പറയുമ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് ചുമ്മാത്തോവേ ഞാൻ സമർപ്പിക്കുന്നു താഴ്ത്തി സമർപ്പിക്കുന്നു. സ്തോത്രം പറയാൻ എളുപ്പ. അപ്പോൾ വിലയേറിയ വിശ്വാസം, തീയിൽ ഊതിക്കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയ വിശ്വാസം. 1 പത്രോസ് 1-7 വാക്യമാണ് പറയുന്നത്. എങ്കിൽ നിന്നിൽ നിന്ന് ആലയപ്പണിക്ക് ഒരു ചെറിയ പൊന്നെടുക്കാം. അടുത്തത് വെള്ളി, 1/2 ശേക്കൽ വെള്ളി. ആലയപ്പണിക്ക് ആവശ്യമുള്ളതാണ് 1/2 ശേക്കൽ, വീണ്ടെടുപ്പിന്റെ വില. നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കം നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. നിന്റെ ഏതൊരു പ്രതികൂലത്തിലും ആ വെള്ളിയിന്മേൽ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ്, നിന്റെ വീണ്ടെടുപ്പ് വിലയായ ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത രക്തത്തിൽ നീ ആശ്രയിച്ച് നിൽക്കുന്നെങ്കിൽ നിന്നെ കൊണ്ട് ആലയപ്പണിക്ക് ഉപകാരമുണ്ട്. അല്ലെങ്കിൽ ഇല്ല. തനിക്ക് കാണിച്ച മാതൃക പ്രകാരം തന്നെ പണിതപ്പോഴാണ് ദൈവ തേജസ് ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ ഇറങ്ങി വരെ നമ്മുടെ ചുറ്റുപാടും അനേകായിരം ദുഷ്ടാത്മാക്കളുണ്ട്. അവൻ ചെയ്തത്, ഇവൾ ചെയ്തത്, അങ്ങനെ ചെയ്തത്, എങ്ങനെ ചെയ്തെന്ന് പറയേണ്ട കർത്താവ്, ഞാൻ പണിയേണ്ട പോലെ അല്ല പണിതത്. എന്റെ കയ്യിലുള്ളത് പൊന്നല്ല. ഞാൻ നിന്റെ പ്രായശ്ചിത്ത രക്തത്തിനല്ല നിൽക്കുന്നത്. ഞാൻ വേറെ പല നിൽക്കാം. മറ്റാരും കുറ്റം പറയുന്നത് തന്നെ കുറ്റം പറഞ്ഞാൽ മതി. അടുത്ത താമ്രം. താമ്രം എന്ന് പറഞ്ഞാൽ തീയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ താമ്രം. കട്ടതയുടെ തീച്ചൂളിലേക്ക് കൂടെ കടന്നു പോയിട്ട് ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് അതിന്റെ അപ്പുറം കിടക്കുന്നവനെയാണ് ആലപ്പണിക്ക് ഉപയോഗിക്കുന്നത്. നീലനൂൽ ക്രിസ്തുവിനെ കാണിക്കുന്നു. ധൂമ്രനൂൽ ക്രിസ്തുവിനെ കാണിക്കുന്നു. രാജ്യത്വം, നാം അവനോട് കൂടെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടാണ് പണിയപ്പെട്ടിരിക്കുന്നത്. എലിയെ പോലെ, പൂച്ചയെ കാണുന്ന എലിയെ പോലെ ചുരുണ്ടിരിക്കുന്നവനല്ല. സ്തോത്രം. പിരിച്ച പഞ്ഞിനൂല്, ചുവപ്പ് നൂല്, യേശുവിന്റെ രക്തത്തല്ല ജയം. യേശുവിന്റെ രക്തം ജയം ചെയ്യുമെന്ന് ജപിക്കുന്നല്ല. ഏതൊരു പ്രവൃത്തിയുടെ മുമ്പിലും എനിക്ക് വേണ്ടി അറ്റോൺമെന്റ് ക്രിസ്തുവിന്റെ രക്തത്താലോ ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തിയ ആ ദൈവരാജ്യത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് കൂടിയാണ് ഞാൻ ലോകത്തിലായിരിക്കുന്നത്. സേറ്റാൻ എവിടെ? ഭൂരാജാക്കന്മാരെവിടെ? നിന്നെ കണ്ടാൽ ലോകം കീഴ്മേൽ മറയണം. അത് നിന്റെ മേൽ തെളിക്കപ്പെട്ട രക്തത്തിന്റെ. ഫറവോന്റെ സൈന്യം ചെങ്കടലിൽ പോയി. ഫറവോന്റെ അവന്റെ സൈന്യം വീണോ? പക്ഷെ ചോരത്തെളി ആചരിച്ച ജനത്തെ ദൈവം അക്കരെ കടത്തി. നിന്റെ മേൽ ചോരത്തെളിയുണ്ടെങ്കിൽ ചെങ്കടലല്ല വിഷയം, ഫറവോന് സൈന്യമല്ല വിഷയം, കൂടോത്രം മന്ത്രവാദമല്ല വിഷയം, ക്ഷുദ്രപ്രവർത്തികളല്ല വിഷയം. നിന്റെ മേൽ ചോരത്തെളിച്ചിട്ടുണ്ടോ? ദൈവം പറഞ്ഞതനുസരിച്ച് ചോരത്തെളി ആചരിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ രക്തമാണോ അല്ലെ വല്ല പന്നിയുടെ രക്തമാണോ നിന്റെ മേൽ തെളിക്കപ്പെട്ടിരിക്കുന്നത്? പഞ്ഞിനൂൽ വിശദീകരിക്കപ്പെട്ടത്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത്. ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം ഒരുമിച്ച് കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിന്നെ ആലയപ്പണിക്ക്, നിന്നെ തന്നെ, നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ എനിക്ക് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി പണിയപ്പെടാം. അല്ലാതെ ഞങ്ങൾ എത്ര കണ്ട് പ്രസംഗിച്ചാലും, എത്ര കണ്ട് മുഴങ്കാൽ മടക്കാലും, എത്ര കണ്ട് പട്ടിണി മടിച്ചാലും, ദൈവത്തിന് എത്ര കണ്ട് നെടുമ്പാട് കരഞ്ഞാലും, if you are not willing to submit your body, nothing can be done. Even God cannot do. എന്തുകൊണ്ടാ? ഇത് മോറൽ ഗവൺമെന്റ്, ഫിസിക്കൽ ഗവൺമെന്റ് അല്ല. ഫിസിക്കൽ ഗവൺമെന്റ് അടി തന്ന് ശരിയാക്കാം. ഇത് മോറൽ ഗവൺമെന്റ്. ഇൻഫ്ലുവൻസ് തന്ന്, നിങ്ങളുടെ സോളിലേക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇൻഫ്ലുവൻസ് തന്ന്, അവനോടുള്ള സ്നേഹത്തെ നിങ്ങളുടെ ഉള്ളിൽ ജ്വലിപ്പിച്ചുകൊണ്ട് അവനുമായിട്ട് നിരപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതണം. ഞാൻ ആലയപ്പണിക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഞാൻ എന്താണ് എന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയുള്ള ആയുധം ആലയമായിട്ട് സമർപ്പിക്കാൻ പോകുന്നതെന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് വേർപെടാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അവരൊന്നും സ്വർഗത്തിൽ പോകുകയല്ലോ, നിങ്ങൾ മാത്രമേ പോകുകയുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ് കോമൺ, കീപ് സെപ്പറേറ്റ്. അല്ലെങ്കിൽ നിന്റെ സ്പിരിറ്റിനെ അവർ ഡൊമൈൻ ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ളത് നിന്നെ കൊണ്ട് ദൂർത്തിക്കും.
അല്ലെങ്കിൽ നീ അവരിൽ നിന്ന് മേർപ്പെട്ടുകൊണ്ട് ഉയരത്തിലുള്ള ശക്തിയെ പ്രാപിച്ച് അവരുടെ മേൽ നീ കർത്തൃത്വം നടത്തുന്നതായി തീരണം. അതാ ദൈവമക്കൾക്കുള്ള വാഗ്ദത്തം. എഫെസ്യ ലേഖനം 1:19-21 വരെ വാക്യങ്ങള്. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ സർവത്തെ അവന് കാൽക്കീഴാക്കി വെച്ചു, സർവത്തിനു മീതെ തലയാക്കി. സകലത്തിൽ നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയുടെ ഒരു അംഗമാണ് നീ. അതിനാണ് ആലയപ്പണിക്ക് ഏൽപ്പിക്കാൻ പറയുന്നത്. കർത്താവേ, അപ്പൊ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു ഇഷ്ടംപോലെ പറയാം. പക്ഷെ നിന്റെ കയ്യിൽ പൊന്നുണ്ടോ? വിലയേറിയ വിശ്വാസമുണ്ടോ? അല്ലെ അവസരം കഴിയുമ്പോൾ പ്രതികൂല സാഹചര്യം വരുമ്പോൾ അങ്ങോട്ട് മാറിയിട്ട് ആരാധന സമയത്ത് കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ബലഹീന നീ തുട നിൽക്കണമേ. ഒരു കാര്യമില്ല. ആരംഭത്തിൽ ശൈശവത്തിൽ കർത്താവൊക്കെ അങ്ങ് സഹായിക്കും. അപ്പൊ ഒരു 10 കൊല്ലം മുമ്പ് കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. അപ്പൊ പ്രാർത്ഥന കേൾക്കുന്ന അനേകരുണ്ട്, കാര്യം നടത്തിയെന്ന് അനേകരുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചുകൊണ്ടാണ് എന്താ അത് നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം തുടങ്ങി സ്തോത്രം ഈ 8-ാം അധ്യായത്തിന് അവസാന വരെയുള്ള വാക്യങ്ങളിൽ കൂടെ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ മേൽ കിടക്കുന്ന ശിക്ഷ, ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് എന്താണ്? നാം പാപത്തിന് പ്രവൃത്തിയല്ല, പാപം നമ്മളിൽ വസിക്കുന്ന ഹൈഡായിരിക്കുന്ന അവസ്ഥയാണ്. അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ഡിഫറെന്റ് ആണ്. ചിലത് നല്ല മൊറാലിറ്റി കാണിക്കും, സന്മാർഗം ചെയ്ത് പെർഫെക്റ്റ് ആണ്, ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. പക്ഷെ അകത്ത് കർത്താവില്ലെങ്കിൽ ഒരു കാര്യമില്ല. കറവരന്റെ തുണിയാ നിന്റെ പേഴ്സണൽ റൈഷ്യസ്നെസ്. സെൽഫ് റൈഷ്യസ് എന്ന് പറയുന്നത് കറവരന്റെ തുണിയാ, ഒരു ഉപയോഗമില്ല. അപ്പൊ ഈ ഒരു വാക്യത്തിന് വളരെ തറവായിട്ട് വേണം എനിക്ക് ഇതിന്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ, എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചങ്ങ് പോകും. അപ്പോൾ ദൈവത്തിന്റെ മനസ്സലിവെന്ന് പറഞ്ഞാൽ നാം റോമാലേഖനം മുഴുവൻ പഠിച്ച 8-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം വരെ പഠിച്ച നമുക്ക് മനസ്സിലാകുന്നത് എന്റെ മേൽ കിടക്കുന്നത് വലിയ ന്യായവിധിയാണ്. വലിയ ന്യായവിധി. ആബേൽ തുടങ്ങി ദൈവം നമുക്ക് തന്നിട്ടുള്ള ഓരോ വെളിച്ചങ്ങളും നോക്കുമ്പോൾ ആ വെളിച്ചത്തിനനുസരിച്ചായിരിക്കും അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം അനുസരിച്ച് താൻ നിയമിച്ച ഒരു പുരുഷൻ മുഖാന്തരം നമ്മെ നീതിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വെച്ചിരിക്കുകയാണ്. നീതിയിൽ ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചതായിട്ടുള്ള വെളിച്ചത്തിനെ ബേസ് ചെയ്തുകൊണ്ട്. ഹല്ലേലൂയ. ഹാബേലിനെ വിധിക്കുന്ന വിധിയല്ല, അല്ലെങ്കിൽ കായനെ വിധിക്കുന്ന വിധിയല്ല നമ്മള്. അതിന്റെ കാലത്ത് നോഹയുടെ കാലത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ ദൈവം മുക്കിക്കളഞ്ഞത്. അയ്യോ അവരൊന്നും മനുഷ്യരല്ലയോ, ദൈവ സ്നേഹമല്ലയോ, ദൈവത്തിന് തോന്നിയാൽ അയ്യോ ഞാൻ സൃഷ്ടിച്ച ആത്മാക്കളല്ലയോ, ഇതെല്ലാം നശിച്ചു പോകണമോ, ദൈവ സ്നേഹം തന്നെ മഹാകരുണയുള്ളവനാ, 2 വെളിച്ചങ്ങൾ ചന്തത്തിൽ നിന്ന് പോന്ന് കരുണയുടെ കർത്താവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. ലക്ഷക്കണക്കിന് മുങ്ങിക്കളഞ്ഞു. ചത്തൊടുങ്ങുന്ന കൊതുകിനെ പോലെയാ ദൈവത്തിന് മനുഷ്യര് അനുസരിക്കാത്തവര്. പക്ഷെ അവരെ ആശ്രയിക്കുന്നവനോ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കരുതുന്നവനാ. സ്തോത്രം. ഞാൻ ഇതെല്ലാത്തിനും മൂർച്ചയായിട്ട് പറയുന്നത് ഇന്ന് പെന്തിക്കോസ്ത് പോയി കണ്ടിരിക്കുക. സ്തോത്രം. മോശ ആലയം പണിതെല്ലാം വളരെ കൃത്യമായിട്ട് പണിത് തേജസ് ഇറങ്ങി വന്നപ്പോ പിന്നെ അവിടെ മോശയ്ക്ക് സ്ഥാനമില്ല. മോശയാ പണിതത്, വളരെ അധ്വാനിച്ച് പെർഫെക്റ്റ് ആയിട്ട് പണിത് തീർത്തു. പണിത് കഴിഞ്ഞ് ദൈവ തേജസ് ഇറങ്ങി വന്നപ്പോ പിന്നെ മോശയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഇതേപോലെയാണ് നാം ആലയപ്പണി കേൾപ്പിച്ചു, കർത്താവ് നമ്മളെ പണിയാൻ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് പണികിട്ടെ. നമ്മെ കൂടാതെ എല്ലാം പണിയുന്നത്, നമ്മെ ചേർത്ത് കൊണ്ട് തന്നെയാണ് പണിയുന്നത്. നമ്മുടെ ബലഹീന വശങ്ങളെ മനസ്സിലാക്കി തന്ന് കുഞ്ഞെ ഈ കാര്യം നിനക്ക് നല്ലതല്ല, എന്നോട് കൂടെ വസിപ്പാൻ യോഗ്യമല്ല, ഇതിനെങ്ങ് കളയി. പല പ്രാവശ്യം ഒരുമിച്ച് പിടിച്ചു മാറ്റില്ല. പല പ്രാവശ്യം പ്രോജക്റ്റ് നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കി ഇതാണ് എൻ്റെ ശാപത്തിന് കാരണം, ഇതാണ് എൻ്റെ സ്വഭാവം മാറുന്ന കാരണം, ഇതെനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞാൽ പിന്നെ പരിശോധിച്ച് നോക്കും പൂർണ്ണമായിട്ട് കളയാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ തൽക്കാലം പോക്കറ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ, ആവശ്യം വരുന്ന സമയത്തെടുത്ത് ഉപയോഗിക്കാൻ. അതാണ് ജീവിതത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത്. പുറമേല്ല, ആവശ്യമുള്ള സമയത്ത് അത്യാവശ്യം വന്നെടുത്ത് ഉപയോഗിക്കാൻ വെക്കുന്ന കരുതിയിരിക്കുന്ന പരിപാടിക്കാണ് ജീവിതത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ ഇതെല്ലാം മാറ്റിട്ട് കർത്താവേ നിനക്ക് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് എൻ്റെ ശരീരത്തെ, പ്രാണന്റെ ആത്മാവിന്റെ വിഷയം വരുന്നേ ഉള്ളൂ,
എൻ്റെ ശരീരത്തെ ഞാൻ നിന്റെ യാഗപീഠത്തിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഈ യാഗപീഠത്തെ കുറിച്ചുള്ള പഠനമൊക്കെയും നമ്മൾ ടാബർനാക്കിൾ എന്ന വിഷയത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ യാഗപീഠം കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം കാണിക്കുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മേൽവീണ ദൈവ ക്രോധാഗ്നിയാണ് കാണിക്കുന്നത്. ക്രോധാഗ്നി. സ്തോത്രം. ആ യാഗപീഠത്തിൽ നിന്ന് തീ എടുത്തുകൊണ്ടാണ് ധൂപാർപ്പണത്തിന് വേണ്ടി സുഗന്ധ ധൂപം അർപ്പിക്കുന്നത്. അഹ്റോന്റെ 2 മക്കളെ പുരോഹിതന്മാരെ വിളിച്ച് അഭിഷേകം ചെയ്യപ്പെട്ടവരായിരുന്നു. ആ യാഗപീഠത്തിൽ നിന്നുള്ള തീ എടുക്കാതെ വേറെ അന്യാഗ്നി കൊണ്ട് ചെന്നപ്പോഴാണ് ആലയത്തിനകത്തുനിന്ന് മരിച്ചു പോയത്. ഇതൊന്നും മാറല്ല, ഇതൊന്നും മാറിപ്പോകുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ നമുക്ക് ബുദ്ധിപദേശത്തിന്. അപ്പൊ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് നമ്മുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ അതിനകത്തൊരു പ്രധാനപ്പെട്ട അവയവത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം, നാവിന് എന്ന് പറഞ്ഞ് ആർക്കും അതിനെ മെരുക്കാൻ സാധ്യമല്ല. ആർക്കും അതിനെ മെരുക്കാൻ പറ്റാത്തൊരു അവയവം കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. കർത്താവേ, ഈ സാധനം വല്ലാതെ വിഷം നിറഞ്ഞത് നരകത്തിന് തീ കൊണ്ടുവരുന്ന സാധനമാണ്. കർത്താവ്, ഇതിനെ ഞാൻ സയന്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുക, ദൈവത്തിന് വേണ്ടി വേർതിരിക്കാൻ ആഗ്രഹിക്കുക. ഇത് എന്നെ കൊണ്ട് മെരുക്കിയെടുക്കാൻ സാധ്യമല്ല. കർത്താവ്, നീ ഒന്നിനും മെരുക്കണം. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ഇത് പൊങ്ങി വരുമ്പോൾ ഇതിനെ അടിച്ചമർത്താൻ, ഇതിനെ ക്രൂസിഫൈ ചെയ്യാന്ന് പറയുന്നത്. സ്തോത്രം. ഇനിയുണ്ട് കാലുകള്. കാലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നടപ്പ്, കരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികള്. ഇതൊക്കെയും യാഗപീഠത്തില് എന്തെന്നാ കോമണിൽ നിന്ന് വേർതിരിച്ച്, സാമാന്യമായി നിന്ന് വേർതിരിച്ചുകൊണ്ട്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അയ്യോ, അവരെ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയില്ലയോ, നമുക്ക് ആരെങ്കിലും ഉണ്ടോ, ചത്ത അവിടെ കുഴിച്ചിടും, ഇങ്ങനെ പല 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 തോന്നുകളും വരും. യേശു ക്രിസ്തു സർവ്വത്തിൻ്റെ മീതെ ദൈവം. ഇന്ന് നമ്മൾ പഠിച്ചതാ. യേശു ക്രിസ്തു സർവ്വത്തിൻ്റെയും മീതെ ദൈവം. അതിൻ്റെ ചിന്തയല്ല. സ്തോത്രം. അപ്പോൾ ഇത് യാഗമായി സമർപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കാനാണ് ഈ 2 ക്ലാസ്സുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സ്തോത്രം. ഇനി യാഗപീഠത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, സകലവും അവനാലും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമുള്ളതാണ്. അപ്പൊ നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്, സ്തോത്രം, ആരിന്ന വന്നത്? സ്തോത്രം. നിനക്ക് കിട്ടിയ ശരീരം, ജീവന്, സ്തോത്രം, മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയിരിക്കുന്നെങ്കിലും നിന്നിലൊളിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സ്തോത്രം. അവനാൽ വന്നിരിക്കുന്നതാണ്. അത് അവങ്കിലേക്ക് തന്നെ പോകേണ്ടതാ. നിനക്ക് വേണമെങ്കിൽ നിന്റെ തീരുമാനത്തിൽ അതിനു വേണ്ടി നരകത്തിൽ കൊണ്ടിടാൻ നീ അതിന് ഉത്തരവാദിയായിരിക്കും. പക്ഷേ നിന്റെ സ്വർഗത്തിൽ കയറുക എന്നുള്ളതല്ല. ക്രിസ്തു എവിടെയായിരിക്കുന്നോ, നിന്റെ ജീവദാതാവ്, നിന്റെ വീണ്ടെടുപ്പുകാര്, നിനക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തവനായിരിക്കുന്ന ക്രിസ്തു എവിടെ ഇരിക്കുന്നോ അവിടെ ആയി തീരുവെന്നൊക്കെ നീ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിന്നിൽ വസിക്കുകയും നീ അവന് വസിക്കുകയും ചെയ്യും. ശരിയായ സമർപ്പണം ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ ഉഴപ്പിയുള്ള സമർപ്പണം, ഏലിയാവിന്റെ കാലത്ത് പറഞ്ഞതുപോലെ 2 തോണിയിൽ കാല് വയ്ക്കുന്നവർക്ക് പ്രയാസമുള്ളൂ, അല്ലാത്തൊരു പ്രയാസമൊന്നുമില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇനി യാഗമായിട്ട് എങ്ങനെയാണ് സമർപ്പിക്കുന്നുള്ള കാര്യമാണ് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ഇത് പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അധികമായിട്ട് പറയുന്നില്ല, എന്നാലും ഇത് ഓർപ്പിച്ചു പോവുകയാണ്. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന് പറഞ്ഞിരിക്കുന്നത് വിവിധമായ വഴിപാടുകൾ, യാഗങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഹോമയാഗം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് ശരീരത്തെ സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രാണന്യ ആത്മാവിന്റെ വിഷയം വേറെ വരിക. ഇത് പഠിപ്പിക്കുമ്പോഴാണ് പലർക്കും ഒരു ഇടർച്ച വരുന്നുണ്ട്. 2-ാം വാക്യം പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് മനസ്സിലാകും. സ്തോത്രം. അവർ വഴിപാടായി കന്നുകാലികൾ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. സമാഗമന കൂടാരം എന്ന ടെന്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ്, ദൈവവും മനുഷ്യനുമായിട്ട് ഇടപെടുന്ന സ്ഥലം, ടെന്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നീ നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് അർപ്പിക്കുന്നുവെങ്കിൽ
രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. നീ ആയിരിക്കുന്ന കൂട്ടായ്മ, നീ കോമൺ ആയിട്ടും സാമാന്യമായതൊന്നും വേർപെട്ടിട്ടാണ് ആയിരിക്കുന്നത്, അവിടെ ക്രിസ്തു ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലായിടത്തും ക്രിസ്തു ഉണ്ടാവില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലായിടത്തും ക്രിസ്തു ഇല്ല. അവന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കാര്യമായില്ല. നിന്റെ ഗതി, നിന്റെ കാഴ്ചവട അങ്ങനെയാണെങ്കിൽ അവിടെ ക്രിസ്തു ഉണ്ട്. എന്നെ കർത്താവ് വിളിച്ചപേക്ഷിക്കുന്ന ഏവരുമല്ല. അന്ത്യനാളിൽ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറയാൻ ഇടയാവരുത്. സ്തോത്രം. അപ്പൊ നീ ശരീരത്തെ ജീവനും വിശുദ്ധിയുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നുവെങ്കിൽ സമാഗമന കൂടാരത്തിൽ, ടെന്റ് ഓഫ് മീറ്റിംഗ് പ്ലേസിൽ ദൈവം വസിക്കുന്ന ഇടത്തിലാണോ അല്ലയോ എന്ന് നീ തന്നെ ശോധന ചെയ്യുക. അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവന് പേർക്ക് സുഗ്രാഹ്യമാകും. പ്രായശ്ചിത്തം എന്താണ് നമ്മൾ അവർ വ്യക്തമായിട്ട് പഠിച്ചു. അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും ഈ ഊനമില്ലാത്ത കുഞ്ഞാട്, അതാരുടെ നീള, ക്രിസ്തുവിന്റെ നീളാണെന്ന് അറിയാമല്ലോ. അപ്പൊ ക്രിസ്തുവിൽ എങ്ങനെയാണ് സ്തോത്രം, നീ പൂർണ്ണമായിട്ടും നിന്റെ പാപത്തിന്റെ ശിക്ഷ നീ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ നിനക്ക് പകരമായിട്ട് വഹിച്ചു എന്നുള്ള വിശ്വാസത്തോടുകൂടെ, ഹൃദയ സമർപ്പണത്തോടുകൂടെ നീ ഏൽപ്പിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം നിനക്ക് പ്രായശ്ചിത്തമായി തീരും. അല്ലെങ്കിൽ യേശുവിന്റെ രക്തം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. നിന്റെ ഹൃദയ സമർപ്പണത്തെ അനുസരിച്ച് നീയല്ല തീരുമാനിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കുന്നത്. അതാ പറഞ്ഞ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കാൻ പറഞ്ഞത്. ഗലാത്യർ 5:24 പറയുന്നത് ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുകയാണ്. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ കർത്താവ് അശ്വപ്രഭന്റെ 53 നമ്മൾ വായിക്കുന്നത് സകല മാനവജാതി പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ ചുമത്തി. റോമലേഖനം 3:25 നാം വായിച്ചു. വിശ്വസിക്കുന്നവർക്കും അവൻ തന്നെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ഞാൻ അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. സ്തോത്രം. അടുത്തത്, അവൻ യഹോവയുടെ സന്നിധി കാളക്കിടാവിനെ അറുക്കണം. കൊണ്ടുവരുന്നവൻ തന്നെ അറുക്കണം. പലരും പ്രസംഗിക്കാറുണ്ട് പുരോഹിതൻ അറുക്കുന്ന. കൊണ്ടുവരുന്നവൻ തന്നെ ആ കാളക്കിടാവിനെ അറക്കുമ്പോൾ അവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ, ഈ ഒരു തെറ്റുമില്ല, ഒരു ഊനമില്ലാത്തൊരു മൃഗം അവിടെ കിടന്ന് പിടക്കി അതിന്റെ രക്തം കാണുമ്പോൾ അവര് ചെറിയൊരു അനുതാപമെങ്കിലും ഉണ്ടാവും. പക്ഷേ നിനക്കുണ്ടാകേണ്ടത് അനുതാപമല്ല, മാനസാന്തരം. എൻ്റെ വ്യക്തിപരമായ പാപത്തിന്റെ ശിക്ഷയാണല്ലോ കാൽവരി ക്രൂശിൽ നടന്നത്. എൻ്റെ മേൽ വരുന്ന ദൈവത്തിന്റെ ക്രോധാഗ്നിയാണല്ലോ ഇന്ന് നാം പഠിച്ചല്ലോ. തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. എന്താ ഏൽപ്പിച്ചത്? എന്തിനാ ഏൽപ്പിച്ചു തന്നെ? അനുഗ്രഹിക്കാനല്ല, നമ്മുടെ മേലുള്ള ശിക്ഷയുടെ ക്രോധാഗ്നി കുടിക്കാൻ, ആ പാനപാത്രം മുഴുവനും കുടിപ്പാൻ, ദൈവത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന അവസ്ഥ വരെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവം, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്കണം. അല്പസമയത്തേക്ക് കൈവിട്ടു പോകാൻ. നീ യുഗായുഗങ്ങള് കൈവിട്ട് നരകത്തെ ശിക്ഷ അനുഭവിക്കുന്നതിന് പകരം നിന്നെ സ്നേഹിക്കുന്നവനായ ദൈവം അല്പസമയത്തേക്ക് അവനെ കൈവിട്ടു. സ്തോത്രം. ഇത് ഉയർത്തുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിക്കണം. ഞാൻ എന്ന പേഴ്സണാലിറ്റിയെ ക്രൂശിക്കണം. ഇനി ഞാൻ ദൈവസഭയിൽ ഞാൻ എന്നൊന്നില്ല, നാമേ ഉള്ളൂ. ദൈവത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ നാം ഇറങ്ങിച്ചെന്ന്, സ്തോത്രം, നാമാണ്. ദൈവസഭയ്ക്കകത്ത് ഞാൻ എൻ്റെ ഒന്നില്ല. ഇതൊക്കെ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ എല്ലാവർക്കും വരെ, എനിക്കും വരും. ഞാൻ വരുമ്പോൾ അവന് ക്രൂശിച്ചിടാം. എന്നോ പന്നിയ നീ കുളിച്ചതിന് ശേഷം അഴുക്കിലേക്ക് പോകുന്ന പന്നിയാണ്. ഛർദ്ദിച്ചത് പിന്നെ തിരുന്ന നായയാണ് നീ. ഇതിനാണ് നെഹമ്യാവിന്റെ കാര്യത്തെ കൊണ്ട് ഞാൻ മതിലിന്റെ പണിയെ കുറിച്ച് പഠിപ്പിച്ചത്. ആട്ടുവാതിലൊഴികെ മറ്റെല്ലാ വാതിലിലും ഓടാൻ വേണ്ടിയിട്ട് അടച്ചു, സീൽ ചെയ്തു, പുറത്ത് കളഞ്ഞത് ഇനി തിരിച്ചു കയറരുത്. ജഡത്തെ, ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കുക. ഒരു പ്രാവശ്യം ക്രൂശിച്ചാൽ പോരാ,
നിനക്ക് അറിയാത്തതിനെ ക്രൂശിക്കാൻ, അറിഞ്ഞ് വെളിപ്പെട്ട് കിട്ടുന്നതിന്. ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിന്റെ ആശ്രയം എവിടേക്കാ പോകുന്നത്, നിന്നിൽ എന്തോ വെളിപ്പെടുന്നത്, അത് മനസ്സിലാക്കിയിട്ട് കർത്താവ് ഇതെനിക്ക് വേണ്ട, എനിക്ക് നീ മതി, എനിക്ക് മന്ന മതി, എനിക്ക് ഉയർത്തെന്ന് വെച്ചാൽ ക്രിസ്തു മതി, എനിക്ക് പുനരുദ്ധാന ശക്തി മതി, അല്ലെങ്കിൽ ഞാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ. നിന്റെ ജീവനെ പകയ്ക്കുന്നവനാരും നേടും. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാപന കൂടാരത്തിന്റെ വാതിക്കലുള്ള യാഗപീഠത്തിൽ ചുറ്റും തെളിക്കണം. അവൻ ഹോമയാഗ മൃഗത്തിന്റെ തോലുരിച്ച് ഖണ്ഡമായിട്ട് മുറിക്കണം. തോലുരിച്ച പിന്നെ പേഴ്സണൽ ഐഡന്റിറ്റി ഇല്ല. വെളുത്ത മൃഗമായാലും കറുത്ത മൃഗമായാലും പാണ്ടുള്ള മൃഗമായാലും പുള്ളിയുള്ള മൃഗമായാലും അതിന് തോലും കുരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരേ കളറാ. കുടുംബ പാരമ്പര്യം, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കഴിവുകൾ, ഇതൊക്കെ തന്നെ ഒരു കാലത്ത് പാപത്തിന് അടിമകളായിട്ട് സമർപ്പിച്ചായിരുന്നു. നമ്മളിൽ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ജനം നടക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ ക്രിയേഷൻ നടക്കുന്നില്ല. നമ്മളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഫാക്കാലിറ്റീസ് പണ്ട് പാപത്തിന് ദാസ്യദാസന്മാരായിട്ട് ഏൽപ്പിച്ചതായിരുന്നു, അടിമപ്പെടുത്തിയതായിരുന്നു. അതിനെ ദൈവത്തിന് അർപ്പിക്കുക. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് അർപ്പിക്കുക. പണ്ട് ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഈ ലോകത്തിന് ദൈവമായി സേറ്റാന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തായിരുന്നു. അതിൽ നിന്നും നിങ്ങളെ പഠിപ്പിക്കുന്ന ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന്റെ ദാസ്യത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരെ തീരണമെങ്കിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അപ്രകാരം ചെയ്ത് നടക്കും. ഞാൻ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നില്ല. കിട്ടുന്ന വെളിച്ചം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് ടെസ്റ്റ് ചെയ്ത് വിലയേറിയ വിശ്വാസമായി ക്രിസ്തുവിൽ മാത്രമേ ആശ്രയിക്കുന്നു കണ്ടാൽ മാത്രമേ ഗുണമുള്ളൂ. ഹല്ലേലൂയ. തോലുരിക്കുന്ന പരിപാടി അല്പം പോലും ബാക്കി വയ്ക്കാൻ പാടില്ല. ഞാൻ ഇന്ന സഭ, ഇന്ന സമൂഹമാണ്, ഇന്ന ഡൊനോമിനേഷനാണ്, ഇതൊക്കെ തോലാ, അതൊക്കെ മുരിച്ച് കളയുക. ഞാൻ എൻ്റെ സഭയെ പണിയൂ എന്ന് പറഞ്ഞത് ഇന്ന് കാണുന്ന ഒരു ഡിനോമിനേഷൻ അല്ല, ഇൻവിസിബിൾ ആണ്. ആലയം നടക്കുന്നത് ഇവിടെയാണ് പണി നടക്കുന്നത്. അത് ചൈനയിൽ നടക്കുന്നുണ്ടായിരിക്കും, അമേരിക്കയിൽ നടക്കുന്നുണ്ടായിരിക്കും, സ്തോത്രം, ഇന്ത്യയിൽ നടക്കുന്നുണ്ടായിരിക്കും. കർത്താവ് പിതാവ് ആകർഷിച്ച് പുത്രൻ്റെ അടുത്തേക്ക് വരുന്നവരെ എല്ലാവരും നടക്കുന്നുണ്ട്. സ്തോത്രം. പുരോഹിതനായ അഹ്റോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടക്കി വെക്കണം. അത് പുരോഹിതന്റെ പണിയാണ്. പിന്നെ അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഗണ്ഡങ്ങളും തലയും മേധസ് യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മേൽ അടുക്കി വെക്കണം. ക്രമപ്രകാരം ഒരുവൻ എന്നെ അനുഭവിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താനെ ത്യജിക്കണം. എന്നേക്കാൾ അധികമായിട്ട് അപ്പൻ, അമ്മ, ഭാര്യ, മക്കള്, കുഞ്ഞുങ്ങള്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദേവതയിലുണ്ട്. ഇതെല്ലാം ഖണ്ഡമായി അസ്ഥി ഓടിക്കുകയല്ല, ഖണ്ഡമായിട്ട്. ക്രിസ്തുവിനേക്കാൾ അധികമായിട്ട് എനിക്ക് ഭാര്യയില്ല, അപ്പനില്ല, അമ്മയില്ല, കുഞ്ഞുങ്ങളില്ല. നീ അതിനെ കൂടുതൽ കഴിച്ചാൽ നീ നിന്റെ രക്ഷയും കളയും, നിന്റെ ഈ പറഞ്ഞ ആൾക്കാരുടെ രക്ഷയും കളയും. എന്നാൽ നീ ക്രിസ്തുവിന് വേണ്ടി നിന്നാൽ, യോശുവയും കാലേബും കുടുംബമായിട്ടാണ് യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്തെത്തിയത്. എന്തുകൊണ്ടാ? അവര് കർത്താവ് തന്നെ പറഞ്ഞു, അവർ പൂർണ്ണമായി എന്നോട് പറ്റി നിന്നതുകൊണ്ട് ഞാൻ അവരെ എത്തിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, കാദേശ് മരുഭൂമിയിൽ സംഭവിച്ചതെന്താണെന്ന്. 25-ാം സംഖ്യത്തിൽ കാദേശ് മരു നടുക്കുമാറാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അത്യുഗ്രമായിട്ട് കോച്ചു. 10 പ്രാവശ്യം ഈ ജനം എന്നെ പരീക്ഷിച്ചിട്ടും നടന്നുപോയി ഫലം കൊണ്ടുവന്ന ദേശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിച്ചു നോക്കണം. യഹോവ നമ്മെ പകയ്ക്കുന്നത് കൊണ്ട് അമോര്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊല്ലുവാൻ നമ്മൾ ഈ ദേശത്ത് കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. യഹോവ നിന്നെ പകയ്ക്കുന്നത് കൊണ്ടാണോ തന്നെത്താനെ യാഗമായി തീർന്നത്? ആ ക്രൂശിലേക്കൊന്ന് നോക്ക. അതാണ് കത്തുന്ന യാഗപീഠം കാണിക്കുന്നത്. ദൈവത്തിന്റെ ക്രോധാഗ്നി നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മുഴുവനും കുടിച്ചിട്ടാണ് നിനക്ക് വേണ്ടി വീണ്ടെടുപ്പുകാരനായി തീർന്നത്. എന്നിട്ട് നിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന സ്നേഹമാണ്. നീ ശരീരത്തിൽ ഇരിക്കുന്നോർത്തോളം കൊണ്ട് അത് കഴിഞ്ഞാൽ ഇല്ല, പിന്നെ ന്യായാസനമാണ്. ഇന്ന് കൃപാസനമാണ്. ജസ്റ്റ് വിശ്വസിക്കാൻ വിളിച്ച വേണ്ട. അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന് ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയെ ദഹനയാഗം. ഇങ്ങനെ ഒരു സൗരഭ്യവാസനയായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ അപ്പ പറയും സാമാന്യമായതും വിശുദ്ധമായതും എന്താണെന്ന്
ജനം പറയും, നിനക്കും എനിക്കും തമ്മിൽ എന്താ വ്യത്യാസം? നീ സാമാന്യമായതിനോട് ഇടപെട്ട് സാമാന്യമായതിനെ പോലെ ജീവിക്കുന്നുവെങ്കിൽ നിന്റെ ചുറ്റുപാടിരിക്കുന്ന ജനം പറയും, നിനക്കും എനിക്കും തമ്മിൽ എന്താ വ്യത്യാസം? ബന്ധക്കോസ്തുകാരാ, എനിക്കും നിനക്കും തമ്മിൽ എന്താ വ്യത്യാസം? നിന്റെ പ്രവൃത്തിയിൽ കൂടെ നീ വിശ്വാസിയാണെന്ന് വെളിപ്പെടുന്നില്ലല്ലോ. ഞാനും വഴക്കുണ്ടാക്കുന്നു, നീയും വഴക്കുണ്ടാക്കുന്നു. ഞാനും കോപിക്കുന്നു, നീയും കോപിക്കുന്നു. ഞാനും പലിശ കൊടുക്കുന്നു, നീയും പലിശ കൊടുക്കുന്നു. ഞാനും കടം വാങ്ങുന്നു, നീയും കടം വാങ്ങുന്നു. ഞാനും മരുന്ന് കഴിച്ചു തലവേദന വന്ന ഞാനും ബ്രൂഫൻ കഴിക്കുന്നു, നീയും കഴിക്കുന്നു. എനിക്ക് നിനക്ക് തമ്മിൽ എന്താ വ്യത്യാസം? എവിടെ നിന്നെ ക്രിസ്തു? എവിടെ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവൻ? എവിടെ സർവത്തിനും ഇത് ദൈവമായിരിക്കും? നിന്നിലൊന്ന് കാണിക്കേ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ ജയഘോഷം കൊണ്ടാടി അവയെ പരസ്യമാ കോലമാക്കി നിന്റെ മുമ്പേ വരുന്ന ആഭിചാര പ്രവൃത്തി നീ ഒന്ന് കാണിക്കേ. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോലവൻ നിന്റെ മുമ്പിൽ മരണം വരുമ്പോൾ നീ ഒന്നത് കാണിക്കേ. അപ്പൊ ഞാൻ പറയാം എനിക്ക് നിനക്ക് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. അല്ലെങ്കിൽ നീ സാമാന്യമായതാ, ഞാൻ വിശുദ്ധിയാണ് സ്വോത്രം. ഫൂളിഷ്നെസ്. നിന്റെ സ്വോത്രമല്ല, പിന്നെ സൂത്രം. അത് ഇന്ന് ഈ സൂത്രം പറഞ്ഞ് ഒരുത്തരെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചു. എവിടെ പോലീസ് സ്റ്റേഷന്റെ പേര് പറ. അവര് അന്യഭാഷ പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയിട്ട് മാല പറിക്കുന്ന കൊടും കള്ളനായിരുന്നു. അവരെ ട്രിക്ക് ഇടയ്ക്ക് മാറ്റി അന്യഭാഷ പറയും. പിന്നെ CCTV ക്യാമറ വെച്ചുകൊണ്ട് പിന്നെ കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ അതിശയിച്ചു പോയി, ഇവനാ മാല പറിക്കുന്നവൻ. അത് പ്രായം ചെന്ന സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകൾ കണ്ടുപിടിച്ചുകൊണ്ട് പോലീസ് പിടിച്ച് അവരോട് പറഞ്ഞു, നീ എങ്ങനെ ട്രിക്ക് ഉപയോഗിക്കുന്നു പറഞ്ഞപ്പോൾ അവൻ്റെ അതിശക്തമായിട്ട് പ്രവചിക്കുന്ന പ്രവാചകന്മാർ പറയുന്ന അന്യഭാഷയും യേശുവിനെ നാം എടുക്കുന്ന അവൻ ഞെട്ടിപ്പോവും. മനസ്സിലാവുന്ന കാലത്തിലെ കപടങ്ങൾ എത്രമാത്രം പോന്നിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഇവന്മാരൊന്നും ഈ യാഗപ്പെടുത്തി വെച്ചതല്ല. അവരുടെ ദൈവം അവരുടെ വയറ്. ഇത് ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളോട് കർത്താവ് പറഞ്ഞു, ഈ റോമാലേഖനം പഠിക്കാൻ പറഞ്ഞതുകൊണ്ട് സ്തോത്രം നമ്മൾ അതിലേക്കൊന്ന് കടന്ന് കാഴ്ചയോട് വെച്ചതാ. സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ മനസ്സലിവ്. ഈ മനസ്സലിവ് എന്താണ് ശരിക്കും ഹൃദയത്തിൽ മനസ്സിലാക്കിയെടുക്കുക. എന്നോട് വ്യക്തിപരമായി കാണിക്കുന്ന മനസ്സലിവ് എന്താ? ഞാൻ എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ ക്രോധാഗ്നി കുടിക്കേണ്ടവനായിരുന്നു. എൻ്റെ തോട്ട്സ്, എൻ്റെ സംസാരങ്ങൾ, എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ വചനങ്ങൾ ഞാൻ അനുസരിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ദീർഘക്ഷമയല്ലയോ എന്നോട് ഇതുവരെ പുറത്തത്. ഞാൻ അതിനു മുമ്പിൽ എന്നെ തന്നെ ഏൽപ്പിക്കുക. ലോർഡ് ഫോർഗീവ് മീ. ഇന്ന് രാത്രി കാലം ഞാൻ പാപി എന്നൊന്ന് സമ്മതിക്കുക. അയ്യോ ഞാൻ പാപി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. കർത്താവ് നിൻ്റെ കൃപയാൽ മാത്രമേ എനിക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമുള്ളൂ. എന്നിട്ട് ആ ശരീരത്തെ യാഗപ്പെടുത്തലൊന്ന് വയ്ക്കുക. കർത്താവെ, ഇത് നിൻ്റെ യാഗപ്പെടുത്തല് ബലഹീനമാണ്, രോഗമുള്ളതാണ്. നീ സാറ്റ രോഗങ്ങളെ വഹിച്ചവനാ. ബലഹീനമാണ്, ഒരു ഡിസിഷൻ എടുക്കാൻ കഴിവില്ലാത്തതാണ്. എപ്പോഴും ജഡത്തിന് പ്രവർത്തിക്കാൻ ഒരു പ്രശ്നം വന്നാൽ അതിന് ജയിക്കാൻ കഴിവില്ലാത്തതാണ്. ലോർഡ്, എനിക്ക് എന്തിനും മനസ്സിലായി, ഞാൻ ബലഹീനനാണ്, ഞാൻ പാപിയാണ്. ഇന്നെനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നീയോ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, സൈത്താനെ ജയിച്ചവൻ, പ്രലോഭനങ്ങളെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവനാണ്. നീ എന്നിൽ വസിക്കില്ലോ. പ്ലീസ്, നിന്നിൽ നിന്നാണ് ഞാൻ, നിന്നാൽ ഞാനായിരിക്കുന്നു, നിങ്ങളിലേക്ക് ഞാൻ വരേണ്ടവനാണ്. എൻ്റെ പ്രവൃത്തികൾ മുഖാന്തരം ഞാൻ നഷ്ടപ്പെട്ടു പോകാനിടയാവല്ലേ എന്നൊരു സമർപ്പണത്തോടുകൂടെ നിങ്ങളുടെ ശരീരങ്ങളെ, അടുത്ത 2-ാം വാക്യം വരുമ്പോൾ കുറച്ചുകൂടി കഠിനമാണ്, ഞാൻ നേരത്തെ പറയാം. ഈ ലോകത്തിന് അനുരൂപരാകാതെ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പകയ്ക്കും. കാലഗതിക്ക് എന്നുള്ള വാക്ക് അയോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലഗതിക്ക് ഓരോരോ കാലഘട്ടത്തിൽ എന്താ പറയുക, ഒരു കാലഗതിയുണ്ട്. എഫെസ്യർ 2-ാം അധ്യായത്തിൽ 2-ാം വാക്യം മനസ്സിലാകും. ദൈവകൃപയാണ്, അത് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കും. അപ്പോൾ ഓരോ കാലഗതിക്ക് അനുസരിച്ച് കൊണ്ട് അവിടെ ഇവിടെ കാണുന്ന ഫാഷൻ, അവിടെ ഇവിടെ കാണുന്ന പ്രദർശനങ്ങൾ വെച്ച് ഞാൻ എൻ്റെ ശരീരത്തെ നീയും അതിനെ ഒരുക്കുന്നെങ്കിൽ നീ യാഗപ്പെടുത്തിൽ വെച്ച് തിരിച്ചെടുക്കുക. പിന്നെ ക്രിസ്തുവിൻ്റെ പ്രാശ്ചിത്വം നിനക്ക് വിലയില്ലാണ്ടായി.
സമാഗമന കൂടാരത്തിൽ ദൈവം വസിക്കുന്നിടത്തിൽ നീ ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രാശ്ചിത്തം നിനക്ക് വിലയുള്ളത്. ആ ചോരത്തിൽ നിൻ്റെ മേളിലുണ്ട്. പിന്നെ നീ ഒന്നും ചെയ്യണ്ട. നീ പോകുന്നിടത്ത് ആരെ വസിക്കുന്നറിയാം? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. പിന്നെ ഒരു ആഭിചാരം നിൻ്റെ അടുത്തേക്ക് അടുക്കില്ല, ഒരു ലക്ഷണം നിൻ്റെ അടുത്ത് അടുക്കില്ല. വിഷയം എന്താണെന്നറിയാമോ? നീ നിന്നെ തന്നെ യാഗപ്പെടുത്തിൽ വെച്ചിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിലും ജഡത്തെ അതിൻ്റെ രാഗമോട് കൂടെ കൂശിച്ചല്ല വെച്ചിരിക്കുന്നത്. തോലുരിച്ചിട്ടില്ല. അവിടെ വരുന്നത് റാഞ്ചൽ പക്ഷിയായിരിക്കും, ദൈവത്തിൻ്റെ തേജസ്സായിരിക്കില്ല വരുന്നത്. ഇതുകൂടെ ഒന്ന് ആഴത്തിൽ സ്വസ്ഥമായിരുന്നു ചിന്തിക്കുക. പക്ഷേ വർഷങ്ങളായിട്ട് വിശ്വാസി എന്ന പേരുള്ളവരായിരിക്കാം. കർത്താവ് ഈ സത്യം എന്ന് എനിക്ക് മനസ്സിലായല്ലോ. കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ലോക പൊളിറ്റിക്സിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് വീണ്ടും യൂറോപ്യൻ നേഷൻസ് ഒരു ഡിസൻറ്റിഗ്രേഷൻ നടന്ന ഒരു പുതിയ ഫോർമേഷൻ വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ധാന്യപ്രവത്തിൻ്റെ പൂർത്തീകരണങ്ങളൊക്കെ നടക്കാൻ പോവുക. ക്രിസ്തീയ ഗോളത്തിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന അവസ്ഥ നിങ്ങൾക്ക് അവർക്ക് അറിയാം. അവനവനെ പരിശോധിച്ചറിയാം നമ്മുടെ വിശ്വാസം എവിടെയാണെന്ന്. നെടുമ്പാട് വീഴ ലോഡ് അല്പം മണിക്കൂറുകളേ ഉള്ളൂ, അല്പ ദിവസങ്ങളേ ഉള്ളൂ. നീ കൃപ തന്നാൽ ചില ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടെങ്കിൽ കർത്താവെ നിനക്ക് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുക. എൻ്റെ കയ്യിലുള്ളത് വെറും ഒന്നുമില്ലാത്തതാണ്. എൻ്റെ കയ്യിൽ പൊന്നില്ല, വെള്ളിയില്ല, താമരമില്ല, നീലനൂലില്ല, പിരിച്ച പഞ്ഞുനൂലില്ലെങ്കിൽ കർത്താവെ നിൻ്റെ സ്നേഹമുണ്ടല്ലോ, നിൻ്റെ സ്നേഹമുണ്ട്. അകൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ്, നിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. എന്നെ വേർതിരിച്ചാട്ടെ, എന്നെ വരുത്തച്ചോട്ടെ. അയ്യോ ഞാൻ പാപി, അയ്യോ ഞാൻ പാപി, എൻ്റെ പ്രവൃത്തികൾ പാപ സ്വഭാവമുള്ളതാണ് എന്ന് പറഞ്ഞേൽപ്പിക്കുക. കർത്താവ് വചനങ്ങളാൽ നിങ്ങൾ ഉദ്ധരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധരും നിത്യരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം കർത്താവേ. നിൻ്റെ കൃപ കൂടാതെ ഞങ്ങൾക്കൊന്നിനും സാധ്യമല്ല. നീ ഞങ്ങളെ പണിയുവാൻ ആഗ്രഹിക്കുന്നല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും, ഇനി യൂട്യൂബിൽ കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ് നീ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരവിനായി ഒരുക്കിയാട്ടെ. സാമാന്യമായതും വേർതിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അത് തിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ആ ക്രൂശെടുക്കാനുള്ള കൃപയും കൂടെ നൽകിയാട്ടെ കർത്താവ്. ഇസ്രായേലിൽ നിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.